ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷക സമൂഹത്തിന് വലിയ പ്രതീക്ഷ ഉണർത്തുന്നതാണ്. ആദ്യമായി ആ പ്രൊമോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്തോ ഒരു ബാധ കയറിയ പോലെയാണ് നെവിൻ പെരുമാറുന്നുണ്ടായിരുന്നത്. വെറുതെ ഒരു കാര്യത്തിൽ സ്ട്രെസ് ഓവർ കൊടുക്കുന്നുണ്ടായിരുന്നു. കിച്ചൺ ടീം നെവിൻ പ്രത്യേകിച്ചും. എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇതിന് മറുപടി പറയാനായിട്ട് ഞാൻ മറുപടി പറയാം. നെവിൻ എവിക്ഷനിലുള്ള ആളല്ലേ? നെവിൻ എവിക്ഷനിൽ പുറത്ത് പോയില്ലെങ്കിൽ ആ സമയത്ത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. അപ്പോൾ ഇന്ന് ഇതേ സംബന്ധിച്ച് തീരുമാനങ്ങളൊന്നുമില്ല. ഇന്ന് ചോദ്യം ചെയ്തു മാത്രമേ ഉള്ളൂ. നാളെയാണ് എവിക്ഷന്റെ പരിപാടികൾ നടക്കുന്നത്. നാളെ ഒരാൾ മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ എന്ന് നമ്മൾ അറിയുന്നു. നെവിൻ പുറത്തു പോയിട്ടില്ല എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ നാളെ ഈ പറഞ്ഞ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. നെവിൻ എന്താണ് സംഭവിച്ചത്? ഒരു ബാധ കയറിയതുപോലെയായിരുന്നു തന്റെ പെരുമാറ്റമെന്ന് അനീഷ് പറയുന്നു. വെറുതെ ഓരോരോ കാര്യങ്ങൾക്കും സ്ട്രെസ് ഓവർ കൊടുക്കുകയാണ് കിച്ചൺ ടീം, പ്രത്യേകിച്ച് നെവിൻ എന്ന് ആദിലയുടെ ആരോപണം. തുടർന്ന് ലാലേട്ടൻ വീണ്ടും അനീഷിനോട് തന്നെ ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്ത് ചെയ്യാനാണ്, എനിക്കിതിന് മറുപടി പറയാൻ അറിയില്ല ലാലേട്ട എന്ന് പറയുമ്പോഴാണ് ലാലേട്ടൻ പറയുന്നത്, നെവിൻ എവിക്ഷനിലുള്ളയാളല്ലേ, ആ സമയത്ത് പുറത്തു പോയില്ല എങ്കിൽ എന്തു വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതിനു മുൻപ് ഒരു പ്രൊമോ വന്നിരുന്നു. ആ പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു, ഞാൻ നിങ്ങൾക്കെതിരെ തീരുമാനമെടുക്കും. ഇവിടെ ആരെന്തു പറഞ്ഞാലും ഞാൻ തീരുമാനമെടുത്തിരിക്കും, ഇതെൻ്റെ സ്പേസ് ആണെന്നാണ്. എന്ന് വെച്ചാൽ ഇത് എന്നെ കൂടെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ ആന്തരിക അർത്ഥം ഇവിടെ ഷോ ഡയറക്ടർ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഞാൻ തീരുമാനമെടുക്കും എന്നൊരു ധ്വനി കൂടിയുണ്ട്. അപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. പക്ഷേ ആ പണി എന്താണ് എന്നുള്ളതാണ് സ്വാഭാവികമായും ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ക്യൂരിയോസിറ്റി. ബിഗ് ബോസ് കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. ലാലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തിനേയും ഫേസ് ചെയ്യുവാൻ റെഡിയായി നിൽക്കുന്ന അത്തരം മനോനിലയുള്ള ഒരു വ്യക്തിയോടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. നെവിനറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന്. അങ്ങേയറ്റം രണ്ട് വഴക്ക് മാത്രം പറയും. അതുകൊണ്ട് അയാൾ അത് മുന്നമേ കൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ വാണിംഗ് കിട്ടിയിട്ടും യാതൊരു കൂസലുമില്ലാതെ പിന്നെയും തന്റെ പതിവ് കലാപരിപാടികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. താൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് വഴക്ക് കിട്ടും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം തെറ്റങ്ങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ വളരെ സിമ്പിളാണ് അതിന്റെ അർത്ഥം. ലാലേട്ടനും ബിഗ് ബോസിനുമൊക്കെ നെവിന്റെ മുൻപിൽ പട്ടിവില. ഞാൻ പറയുന്നതിൽ സംശയമുള്ളവർ കഴിഞ്ഞ ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളിലും നെവിൻ ലാലേട്ടനോട് സംസാരിച്ച രീതികൾ കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ജനത മുഴുവനും ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഒരു മഹാനടന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഊളത്തരം മാത്രം പറയുക, പരസ്പര ബന്ധമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുക, സാഹചര്യത്തിന് ഒട്ടും യോജിക്കാത്ത വളിപ്പുകൾ അടിക്കുക, സ്വയം കോമാളി വേഷം കെട്ടുകയും ലാലേട്ടനെ ഉൾപ്പെടെ കോമാളിയായി കാണുകയും ചെയ്യുന്ന ഒരുത്തനെ ഏതു വിധത്തിൽ എങ്ങനെ ലാലേട്ടന് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ലാലേട്ടന്റെ മുൻപിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നവന്റെ മനോനില എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കൂടിപ്പോയാൽ നീയൊക്കെ കൂടി എന്നെ പിടിച്ചങ്ങ് പുറത്താക്കി കളയും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 2 ദിവസം മുൻപേ പുറത്തു പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. എൻ്റെ പെട്ടി ഉൾപ്പെടെ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഊളെ ഇവിടെ നിൽക്കുന്നത് എന്ന മനോഭാവമാണ്. ആ വീട്ടിൽ അവനത് തുറന്നു പറയുകയും കൂടി ചെയ്തു. കൂടി വന്നാൽ എന്നെ അങ്ങ് പുറത്താക്കി കളയും, നോ പ്രോബ്ലം എന്ന്. അങ്ങനെയുള്ളവരുടെ മുൻപിൽ കീഴടങ്ങുക എന്നുള്ള തന്ത്രമല്ലാതെ മറ്റെന്താണ് പയറ്റാൻ പറ്റുക? ചുരുക്കത്തിൽ ലാലേട്ടൻ അവൻ്റെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നതും അവനെ അവിടെ ഒന്ന് പുറത്താക്കുന്നതും എല്ലാം അവൻ്റെ വിജയമായി തന്നെയാണ് അവൻ കണക്കാക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിനെ മറികടക്കുവാനുള്ള മറുമരുന്നുമായിട്ട് വേണം ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ അവനെ അഭിമുഖീകരിക്കുവാൻ. ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ പ്രൊമോയിലെ ശബ്ദം, ഇത് വരുന്നതിന് മുൻപ് മറ്റൊരു പ്രൊമോ വന്നിരുന്നു. ഇതൊക്കെ കണ്ടതിന് ശേഷം ആ പ്രൊമോകളുടെയൊക്കെ അടിയിൽ വലിയൊരു കൂട്ടം ആൾക്കാർ കയറി കമന്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. അവർ ചോദിക്കുന്നത് എത്ര മയത്തോടു കൂടിയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അനുമോളോടും ഷാനവാസിനോടും ഒക്കെ സംസാരിച്ചിരുന്നത് എന്നാണ്. അതെ, ഇതിനു മുൻപ് വന്ന പ്രൊമോയിൽ വളരെ മയത്തോടു കൂടിയാണ്, നെവിൻ നിങ്ങൾക്കെതിരെ ഒട്ടനവധി കംപ്ലൈന്റുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തമ്പുരാനോട് ലാലേട്ടൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ രാജകുമാരൻ അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. വീടിനകത്തുള്ളവർക്ക് കംപ്ലൈന്റ്, പുറത്തുള്ളവരുടെ ധാരാളം കംപ്ലൈന്റുകൾ, ബിഗ് ബോസിന്റെ വാണിങ്. പക്ഷെ ലാലേട്ടൻ ചോദിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അനീഷിനോട് പോലും ചോദിക്കുന്നുണ്ട്, അനീഷെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. കഷ്ടം. എന്തായാലും അതിൽ കൂടിയൊക്കെ വ്യക്തമാകുന്നുണ്ട് നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷേ ഈ വൃത്തികേട് കാണിച്ചത് അനുമോളായിരുന്നുവെങ്കിലോ ലാലേട്ടന്റെ ബോഡി ലാംഗ്വേജും ഭാഷാ ശൈലിയും വേറെയായനെ. ഇത് ഗുരുതരമായ തെറ്റാണ്. ഒരു സ്ത്രീയുടെ കിടക്കയിൽ വെള്ളം കോരി ഒഴിക്കുക,
സഹമത്സരാർത്ഥിയായ മറ്റൊരാളിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുക, അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടും ഇത്രയും മയത്തോടുകൂടി ലാലേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുകയാണ്. പക്ഷേ ആ വീട്ടിൽ ചില വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ, മോശമായ വാക്കുകൾ പലതും ഉയർന്നപ്പോൾ, അതൊക്കെ നിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ മതി, നിന്റെ അപ്പനെ പോയി വിളിക്ക്, ഇങ്ങനെയുള്ള വാക്കുകൾ ഷാനവാസ് തിരികെ വിളിച്ചു. ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഷാനവാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്മാഭിമാനം മുഴുവൻ തല്ലിക്കെടുത്തി അയാളെ കൊന്ന് കൊല വിളിച്ച് ലാലേട്ടൻ ഒരു മൂലയ്ക്ക് മാറ്റിയിരുത്തി. ഷാനവാസ് ചെയ്തതും നെവിൻ ചെയ്തതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നെവിൻ ചെയ്ത തെറ്റുകളൊക്കെ എത്ര നിസ്സാരമാണ് അല്ലേ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പ്രേക്ഷകർ ഇത്രയധികം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കംപ്ലൈന്റ് എന്താണ്? അതിനകത്ത് എന്താണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവനെ പുറത്താക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? ഞാനത് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഷോ അവരുടെ വികാരത്തിനാണ് നിങ്ങൾ വില നൽകുന്നതെങ്കിൽ അവരാവശ്യപ്പെട്ടതുപോലെ ചെയ്യാൻ തയ്യാറാകണം. പ്രേക്ഷക സമൂഹം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്, അവനെ പുറത്താക്ക്, അവനെ പുറത്താക്കുക എന്ന്. വലിയ ഡയലോഗ് അടിച്ചിട്ട് അവനെ പുറത്താക്കുന്നില്ല എങ്കിൽ പ്രേക്ഷകരുടെ ഈ കംപ്ലൈന്റിനൊന്നും നിങ്ങൾ യാതൊരു മുഖവിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അയാൾ പറയുന്നു ഇത് ഇന്റൻഷണലി സംഭവിച്ചതല്ല, പെട്ടെന്നൊരു വികാരത്തിൽ വന്നു പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. മറ്റൊരു രീതിയിൽ അയാൾ തുടർച്ചയായ ആ വീട്ടിൽ നിയമലംഘനങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പെട്ടെന്നുള്ള വികാരത്തിൽ വരുന്നതാണോ? ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നു, എന്നിട്ട് വലിയ അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ്, ഈ വീട്ടിൽ ബിഗ് ബോസിനെ പോലും ചലഞ്ച് ചെയ്തവൻ ഞാൻ മാത്രമാണ്, നിനക്കാർക്കെങ്കിലും അതിനുള്ള ഗട്ട്സ് ഉണ്ടോ എന്ന്. അപ്പോൾ തുടക്കം മുതൽ ഈ സമയം വരെയും തെമ്മാടിത്തരങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ നിങ്ങൾ മൃദുവായി ട്രീറ്റ് ചെയ്യുന്നതിന്റെ പിൻപിലുള്ള ചേതോവികാരം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടന്റിന് വേണ്ടി മാത്രമുള്ളതല്ലേ? നിങ്ങൾക്ക് കണ്ടന്റ് ലഭിക്കണം. അവൻ കാട്ടിക്കൂട്ടുന്ന അനീതികൾക്ക് വശപ്പെട്ട് പല വ്യക്തികളും അവശരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾക്ക് മുഖ്യം കണ്ടന്റ് ആണ് എങ്കിൽ ഒന്നും പറയാനില്ല. അഹങ്കാരം, വിവരദോഷം, ഹുങ്ക്, വകതിരിവില്ലായ്മ, അല്പത്തരം, ഇത്തരത്തിലുള്ള ഹീനവികാരങ്ങളുടെ ദുർസ്വാധീനത്തിൽ അകപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഈ തെമ്മാടി തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച പല അനുഭവങ്ങളുടെയും ട്രോമ മറച്ചുവെക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ഞാനത് വ്യക്തമാക്കാം. ഞാൻ ഒട്ടും തന്നെ പരിഹസിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത്. അയാൾ ജന്മനാ കുറച്ച് സ്ത്രൈണ സ്വഭാവമുള്ളൊരു മനുഷ്യനാണ്. ഒരു ഫെമിനിൻ ടച്ചോടുകൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ അയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രൈണ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന കളിയാക്കലുകളും കുത്തുവാക്കുകളും ഒറ്റപ്പെടലുകളും അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. അല്പം കൂടി കടത്തി പറയാം, ആണും പെണ്ണും കെട്ടവൻ എന്നുള്ള അങ്ങേയറ്റം ടോക്സിക് ആയിട്ടുള്ള സംബോധനകൾ പലതും കേട്ടു വളർന്നിട്ടുള്ള ഒരുത്തനാണ് ഇയാൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നു വരുന്നൊരു വ്യക്തിക്ക് അതിന് മറുപടി പറയുവാൻ ഒരു പ്ലാറ്റ്ഫോം ഇതുവരെയും ലഭിച്ചിട്ടില്ല. താൻ അങ്ങനെയുള്ളവനല്ല എന്നും മറ്റുള്ള എല്ലാവരെക്കാളും അധികം പൗരുഷം എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നും തെളിയിക്കുവാനുള്ള ഒരു തത്രപ്പാടാണ് ഈ അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മോശമായ അനുഭവങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ഒരു മെക്കാനിസം അയാളുടെ ഉള്ളിൽ അയാൾ തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ബിഗ് ബോസ് പോലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ആ മെക്കാനിസം വർക്ക് ചെയ്യുവാൻ തുടങ്ങി. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പരിഹസിച്ച ആൾക്കാരുടെ മുൻപിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലുള്ള ഒരാളല്ല, അതിനേക്കാളൊക്കെ അപ്പുറമാണ് ഞാൻ എന്നുള്ളത് വെളിപ്പെടുത്തുവാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് അയാൾ അവിടെ വെളിപ്പെടുത്തി തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ വീട്ടിൽ പുരുഷന്മാരായിട്ട് വേറെ പലരുമുണ്ടല്ലോ. അവരെ പോലും നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് നീ ഒന്നും ഉദ്ദേശിക്കുന്നത് പോലെയുള്ള വ്യക്തിയല്ല ഞാനാണ് യഥാർത്ഥ ആണ്. പൗരുഷം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പറയാതെ അയാൾ പറയുകയാണ്, അത് സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ഈ സമൂഹം എന്നെ പെണ്ണനാണ് എന്ന് വിളിച്ച് പരിഹസിക്കുകയല്ലേ, ചാന്തുപൊട്ടെന്ന് വിളിച്ച് പരിഹസിക്കുകയല്ലേ. എന്നാൽ നിങ്ങളൊക്കെ കണ്ടോളൂ, ഇവിടെ നിൽക്കുന്ന 100% തികഞ്ഞ ആണുങ്ങളെക്കാൾ കപ്പാസിറ്റി ഉള്ളവൻ ഞാൻ തന്നെയാണ്. നിങ്ങൾ കരുതുന്നയാളല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇതാണ് അയാൾ സമൂഹത്തിന് കൊടുക്കുവാൻ ശ്രമിക്കുന്ന സന്ദേശം. അല്ലാതെ ഷാനവാസിനോടോ അനുമോളോടോ ഒന്നും അയാൾക്ക് ഒരു വൈരാഗ്യവുമില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രമാത്രം പൊട്ടിത്തെറിക്കുവാൻ തക്കവണ്ണം ഇയാൾക്കെതിരെ അവരാരും വലിയ കലാപങ്ങളൊന്നും അഴിച്ചുവിട്ടിട്ടില്ല. പ്രത്യേകിച്ച് അനുമോൾക്കെതിരെ മാത്രം ആക്രമണവുമായി നീങ്ങുവാൻ ഇയാൾ തീരുമാനിക്കുമ്പോൾ അനുമോളെ അയാൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അനുമോളുടെ പ്രതികരണ രീതി എന്താണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അനുമോളെ അയാൾ ഒരു വേട്ടമൃഗമായി കണക്കാക്കുകയും അതിനുവേണ്ടി അനുമോളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അനുമോളെ മാത്രമല്ല, അവിടെ നിൽക്കുന്ന ഓരോ സ്ത്രീകളെയും അയാൾ അളന്നു കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അടുത്താണ് ഈ തെമ്മാടിത്തരവുമായിട്ട് ചെല്ലുന്നതെങ്കിൽ അവരവൻ്റെ കരണമടിച്ച് പുകച്ചിട്ട് പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ പോയനെന്ന്. പക്ഷേ അനുമോൾ അത് ചെയ്യില്ല. അവർക്കവിടെ പിടിച്ചു നിന്നേ മതിയാവൂ എന്നിവന് നന്നായിട്ട് അറിയാം. ചുരുങ്ങിയ ചില ദിവസങ്ങൾ അനുമോളുടെ കൂടെ നടന്ന് അനുമോളുടെ ഉടുപ്പുമൊക്കെ മേടിച്ചിട്ടുകൊണ്ട് നടന്ന ആ സമയം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. എപ്പോഴും ഒരുമിച്ചിരുന്ന് ചെങ്ങാത്തം പറയുന്ന സമയങ്ങൾ. ആ സമയത്ത് അനുമോൾ തൻ്റെ പ്രാരാബ്ദവും
കഴിഞ്ഞ കാലങ്ങളിൽ താൻ കടന്നു വന്ന വഴികളും ഇതൊക്കെ വളരെ വേദനയോടുകൂടി തൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവളെ എനിക്ക് വേട്ടയാടാൻ പറ്റിയ മൃഗം തന്നെയാണെന്ന്. രണ്ടാമത്തെ വിഷയം, അനുമോൾ കുറച്ചധികം ഇമോഷണലി വീക്കായിട്ടുള്ളയാളാണ്, പെട്ടെന്ന് ഇമോഷനാകും. അതുകൊണ്ട് തന്നെ അനുമോളെ നിസ്സാര വാക്കുകളുടെ മുമ്പിൽ ട്രിഗർ ചെയ്യുവാൻ പറ്റും എന്നുള്ളൊരു ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളുടെ മുൻപിൽ എൻ്റെ പൗരുഷം ഇതാണ് എന്ന് തെളിയിക്കുവാൻ അവളെ തന്നെ തെരഞ്ഞെടുക്കാം എന്ന് തീരുമാനിച്ചത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. ഇതിൻ്റെ മനഃശാസ്ത്രമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ അനുമോളോടുള്ള വൈരാഗ്യമൊന്നും അയാളുടെ ഉള്ളിലില്ല. നീ പെണ്ണനാണ്, നീ ശിഖണ്ഡിയാണ് എന്ന് പറഞ്ഞ് തന്നെ കൂടെ കൂടെ കളിയാക്കിയ ജനങ്ങൾക്കുള്ള മറുപടി ഇപ്പോൾ അയാൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നും അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് അയാൾ പോകുന്നത്. ഈ നിയമലംഘനങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ പിടിച്ചു പുറത്താക്കി കളയുമെന്നും ഫിനാലെ പോലും കാണിക്കില്ല എന്നും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടും കാർ ടാസ്ക് നടത്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ അനുമോളെ വീണ്ടും ആക്രമിച്ചു. അനുമോളുടെ ഷെൽഫ് പരിശോധിക്കുന്നു, അതിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നു, വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി അവരെ ട്രിഗർ ചെയ്യുന്നു. അതെ, അയാൾ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ്. ഫിനാലെ അല്ല, ഒരു കോപ്പും കണ്ടില്ലെങ്കിലും ആ ഭീഷണിക്കൊന്നും മുമ്പിൽ ഞാൻ മുട്ടുകുത്തില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമല്ല, എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ആ ധാർഷ്ട്യത്തിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ വെച്ചു പുലർത്തുന്ന തെമ്മാടികളെ കൈകാര്യം ചെയ്യേണ്ടത് ലാലേട്ട ഈ രീതിയിലല്ല. ഇതൊരു മാനസിക പ്രശ്നമാണ്, മനോരോഗമാണ്. ഇത് കണ്ടുപിടിക്കുന്നത് അത്ര നിസ്സാരമായൊരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്കുള്ള എൻട്രി തുറക്കുന്നതിന് മുൻപ് നടക്കുന്ന ഓഡീഷനുകളും ഇന്റർവ്യൂവുമൊക്കെ അതീവ ജാഗ്രതയോടും ഗൗരവ സ്വഭാവത്തോടും കൂടി കണക്കാക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത്തരം മാനസിക രോഗികൾ ഈ ഷോയ്ക്കകത്ത് ഇനിയും കടന്നു പറ്റുകയും സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുകയും സ്ത്രീകളെ അതിക്രമിക്കുകയും അങ്ങനെ പല കാട്ടിക്കൂട്ടലുകൾ നടത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇത് 7ാം സീസണാണ്. കഴിഞ്ഞ 6 സീസണുകളുടെയും ഈ സീസണിൻ്റെയും പാഠം ബിഗ് ബോസിന് കണ്ടമാനം പഠിക്കുവാനുണ്ട്. പിന്നെ ആരെന്ത് തോന്നിവാസം കാണിച്ചാലും അതെല്ലാം ഞങ്ങൾക്ക് വിറ്റ് കാശാക്കാൻ വേണ്ടി മാത്രമുള്ള കണ്ടന്റുകളാണ് എന്ന് ചിന്തിച്ചാൽ മുൻപേ പറഞ്ഞതുപോലെ ഒന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ പരാജയപ്പെടുന്നത് ലാലേട്ടനാണ്, ലാലേട്ടൻ്റെ നിലപാടുകളാണ്. ലാലേട്ട, നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്, നിങ്ങളൊരു അതുല്യ പ്രതിഭയാണ്. ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ് എന്ന നിലയിൽ നിങ്ങളെ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എല്ലാ കാലത്തും ഒരു വിഗ്രഹം കണക്കെ തല ഉയർത്തി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള നിങ്ങളിൽ നിന്നും ആ താരത്തിളക്കത്തിന് തക്കവണ്ണമുള്ള പെരുമാറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. ഇവനെ പോലെയുള്ള ഞാഞ്ഞൂലുകളുടെ മുൻപിൽ ആ താരമൂല്യം വീണുടഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കുവാനും സഹിക്കുവാനും കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. സോറി.